എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 3 ശ്ലോകം 41, 42, 43, 44 4 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഈ ജന്മത്തില് വേഗത്തില് അന്ധക്കരണ ശുദ്ധി ഉണ്ടായി പരമപദം പ്രാപിക്കാൻ കർമ്മയോഗം ഞങ്ങൾക്ക് ഒന്ന് ഉപദേശിച്ചു തരണേ എന്ന് നിമി മഹാരാജാവ് നവയോഗികളോട് പ്രാർത്ഥിക്കണം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ. ശ്ലോകം 41. ശ്രീ രാജോവാച ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കർമ്മയോഗം വദത നഃ പുരുഷോ യേന സംസ്കൃത വിധൂയേഹാശു കർമാണി നൈഷ്കർമ്മ്യം ബിന്ദതേ പരം. ജ്ഞാനവും ഭക്തിയും മോക്ഷത്തിനുള്ള വഴികളാണ് എന്ന് കേട്ടപ്പോ അനേക ജന്മങ്ങളിൽ ചെയ്ത ആ ദുഷ്കൃതങ്ങൾ നിമിത്തം അന്ധകരണത്തിലെ മാലിന്യം ഉള്ളവർക്ക് ശുദ്ധഭക്തിയോ പരമതത്വജ്ഞാനമോ ഉണ്ടാവാനായിട്ട് വളരെ പ്രയാസമുണ്ട് എന്ന് രാജാവിന് തോന്നി. അപ്പോ ചിത്തശുദ്ധിക്ക് ഹേതുവായ കർമ്മയോഗം അറിയണം എന്ന ആഗ്രഹത്തോടു കൂടി ചോദിക്കുകയാണ്. ഏതൊരു വിധം കർമ്മം ചെയ്താൽ പുരുഷൻ ഈ ജന്മത്തിൽ തന്നെ അതിവേഗത്തിൽ അന്ധകരണത്തെ മലിനമാക്കുന്ന പാപങ്ങളെ തീരെ നശിപ്പിച്ച് അന്ധകരണത്തെ ശുദ്ധമാക്കി തീർക്കുന്ന സുഹൃതങ്ങളോടുകൂടിയവനായിട്ട് കാമ്യകർമ്മങ്ങളെയും ഉപേക്ഷിച്ച് നിഷ്കാമ കർമ്മങ്ങൾ നടത്തുക എന്ന സ്വരൂപത്തോടുകൂടിയ ജ്ഞാനത്താൽ പരമാത്മാവിനെ പ്രാപിക്കുമോ, പരമാത്മ സ്വയരൂപനായിരിക്കുമോ ആ കർമ്മയോഗത്തെ നിങ്ങൾ ഞങ്ങളോട് ഉപദേശിച്ചു തരണമേ. വിഷയങ്ങളെ എത്ര കണ്ട് മനസ്സിനെ മലിനമാക്കും എന്നറിയാത്തത് കൊണ്ടാണ് കാമ്യകർമ്മങ്ങൾ നടത്തുന്നത്. അപ്പൊ അന്ധകരണം ശുദ്ധമായിട്ട് വരുമ്പോ ആ മോഹം നശിക്കുകയും ഈശ്വരനെ ആരാധിക്കാനായിട്ട് കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യും. ഇത് തന്നെയാണ് നിഷ്കാമ കർമാനുഷ്ഠാനം. ഇത് തന്നെ ജ്ഞാനത്തിന്റെ സ്വരൂപം. ഈ അവസ്ഥയിലെത്തുമ്പോ അന്യവിഷയങ്ങളുടെ ലാഭവും ഛേദവും സുഖത്തെയും ദുഃഖത്തെയും ഉണ്ടാക്കി തീർക്കില്ല. എപ്പോഴും മനസ്സ് ഒരേ നിലയിലിരിക്കും. വെള്ളം ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ സൂര്യബിംബം വെള്ളത്തിൽ ശരിയായി പ്രതിഫലിച്ചു കാണാത്തതുപോലെ ചഞ്ചലമായി സുഖ ദുഃഖാത്മകമായി ഭ്രമിക്കുന്ന മനസ്സില് ശുദ്ധമായ സ്വരൂപാനന്ദം അനുഭവമായിട്ട് വരില്ല. അതിനാൽ നിഷ്കാമ കർമാനുഷ്ഠാന നിമിത്തം മനസ്സും നിശ്ചലമായി വരികയും അപ്പോ ആത്മാനന്ദം അനുഭവപ്പെടുകയും ചെയ്യും. അതിനാൽ കർമ്മയോഗവും മോക്ഷത്തിനുള്ള ഒരു വഴി തന്നെ. പോകുന്ന വഴികൾ പലതായാലും ചെന്നു ചേരുന്ന സ്ഥലം ഒന്ന് തന്നെ. ഏവം പ്രശ്നമൃഷീൻ പൂർവം അപൃച്ഛം വിദുരന്തികേ നാബ്രുവൻ ബ്രഹ്മണപുത്ര തത്ര കാരണം ഉച്യതാം. പിന്നതാ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഇപ്പോ ചോദിച്ചതുപോലെ ഞാൻ എന്റെ പിതാവായ ഇക്ഷ്വാകു രാജാവിന്റെ സമീപത്തിൽ വന്ന സനൽകുമാരൻ മുതലായ ആ മഹാന്മാരായ ഋഷികളോട് ചോദിച്ചു. സനകാദികളായിട്ടുള്ള ഋഷികളോട് ചോദിച്ചു എന്ന് പറയാണ്. ബ്രഹ്മാവിന്റെ പുത്രന്മാരായ ആ മഹാന്മാർ സർവവും അറിഞ്ഞവരാണ്. എന്നിട്ടും എന്റെ ചോദ്യത്തിന് അന്ന് എന്നോട് ഉത്തരം പറഞ്ഞില്ല. അതെന്തായിരിക്കും കാരണം? ഒന്ന് പറഞ്ഞു തരാമോ ചോദിക്കണം. അപ്പൊ ദാവിർഹോത്രൻ എന്ന യോഗീശ്വരനാണ് അതിന് മറുപടി പറയുന്നത്. കർമ്മ കർമ്മ വികർമ്മേതി വേദവാദോ നലൗകിക വേദസ്യ ചേശ്വരാത്മത്വാൽ തത്ര മുഹ്യന്തി സൂരയ. ഈ രണ്ടാമത്തെ ചോദ്യത്തിന് ആവിർഹോത്രൻ എന്ന യോഗീശ്വരൻ ആദ്യം കർമ്മമാർഗം ഏറ്റവും ഗഹനമാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉത്തരം പറയുകയാണ്. കർമ്മങ്ങളുടെ സ്വരൂപത്തെ അറിയാൻ വളരെ പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് അവര് അങ്ങയോട് അന്ന് സമാധാനം പറയാതിരുന്നതെന്ന് തോന്നുന്നു പറയാണ്. കർമ്മം, അകർമ്മം, വികർമ്മം ഇങ്ങനെ വേദത്തില് 3 ഭാഗിച്ചിരിക്കുന്നു. വിഹിതമായ പ്രവൃത്തികളെ നടത്തുന്നത് കർമ്മം, നടത്താതിരിക്കുന്നത് അകർമ്മം, ചെയ്യാൻ പാടില്ലാത്തതിനെ അതായത് നിഷിദ്ധ കർമ്മത്തെ ചെയ്യുന്നത് വികർമ്മം. ഇങ്ങനെ വേദം കർമ്മ വിഭാഗം ചെയ്തിരിക്കുന്നു. അപ്പൊ വേദവാക്യം ലൗകിക വാക്യം പോലെയല്ല, ഈശ്വരവാക്യമാണ്. അതുകൊണ്ട് അർത്ഥമറിയാൻ വളരെ പ്രയാസമുണ്ട്. ലൗകികന്മാർ പറയുന്നതായാൽ
വക്താവിന്റെ അഭിപ്രായത്തെ അനുസരിച്ച് അർത്ഥം ധരിക്കാം. വേദം അപൗരുഷേയ വാക്യമാകയാൽ പൂർവാപര വാക്യങ്ങളുടെ ചേർച്ച നോക്കിയിട്ട് തന്നെ വേണം അർത്ഥം ധരിക്കാൻ. അത് എളുപ്പമല്ല. അതുകൊണ്ട് വിഭജിച്ച് സ്വരൂപ നിർണയം ചെയ്യുന്നതിൽ വിദ്വാൻമാർക്കു കൂടി വിഷമം സംഭവിക്കുന്നുണ്ട്. പിന്നെ മറ്റുള്ളവരുടെ സ്ഥിതി പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ടാണ് സർവജ്ഞന്മാരാണ് എന്നിരിക്കലും ബാലനായിരിക്കുന്ന അങ്ങയോട് അന്ന് അവരുത്തരം പറയാതിരുന്നത് എന്ന് സാരം. അത് മനസ്സിലാക്കാനും പറ്റണ്ടേ പറയണത്. അതെ, അതുകൊണ്ടാണ് ആദ്യം ഒന്നും പറഞ്ഞില്ല അവര്. പരോക്ഷവാദോ വേദോയം ബാലാനാമനുശാസനം കർമ്മമോക്ഷായ കർമാണി വിധത്തേ യഗതം യഥാ. വേദാർത്ഥം അറിയാൻ പ്രയാസമാണെന്ന സംഗതി വിസ്തരിച്ച് പറഞ്ഞുകൊണ്ട് വേദസാരം വെളിപ്പെടുത്തുകയാണ്. ഈ വേദം പരോക്ഷവാദമാണ്. ഋഷികൾ പരോക്ഷമായി പറയുന്ന സ്വഭാവമുള്ളവരാണ്. എനിക്കും പരോക്ഷം തന്നെയാണ് പ്രിയം എന്ന് പറയുന്നു. പരോക്ഷവാദ ഋഷയ പരോക്ഷം മമജപ്രിയം എന്ന് ഭഗവാനും പറഞ്ഞിരിക്കുന്നു. പരോക്ഷവാദം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആത്മജ്ഞാനത്തിന് തടസ്സങ്ങളായി ഭവിച്ചിരിക്കുന്ന പുണ്യപാപകർമ്മങ്ങളെ ഇല്ലാതെയാക്കാൻ, അതായത് തീരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കർമ്മങ്ങൾ ചെയ്യാൻ വേദം വിധിച്ചിരിക്കുന്നത്. അപ്പൊ സ്വർഗാദി സുഖങ്ങളെ പ്രാപിക്കാൻ വേണ്ടിയിട്ടല്ല, പാപകർമ്മങ്ങളെ ഇല്ലാതെയാക്കാനാണ്. എന്നാൽ സ്വർഗകാമോയ ജേത, സ്വർഗസുഖം ആഗ്രഹിക്കുന്നവൻ യാഗം ചെയ്യണം എന്ന് വേഗത്തിൽ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോ അതെന്താ അങ്ങനെ എന്നുള്ള ശങ്ക ഉണ്ടാവുണ്ടാകും. അല്പജ്ഞന്മാരായ ജനങ്ങളെ കർമ്മത്തിൽ നിന്ന് വിടർത്തുവാനുള്ള ഒരു ഉപായമായിട്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. തീരെ ദോഷകരങ്ങളായ കർമ്മങ്ങൾ ചെയ്യരുത് എന്ന ബുദ്ധി ജനിപ്പിക്കാൻ വേണ്ടി അല്പദോഷമുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പറയുന്നത് ഒരുവിധം പ്രലോഭനം, അതായത് മോഹിപ്പിക്കൽ തന്നെയാണ്. അത് കൂടാതെ കഴിയില്ല എന്നാണ് പറയുന്നത്. വളരെ കാലം ന്യായാന്യായങ്ങളെ ആലോചിക്കാതെ കർമ്മങ്ങൾ ചെയ്തു പഴകിയിരിക്കുന്ന വാസനയാൽ പ്രേരിപ്പിക്കപ്പെടുന്നതിനെ അനുസരിച്ച് പ്രവർത്തിപ്പിക്കുന്നവരെയും നന്നാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് വേദമാതാവ് ഈ വിധം ചെയ്യുന്നത്. ഇത് ബാലന്മാർക്ക് ഔഷധം കൊടുക്കുമ്പോൾ അവരുടെ മാതാപിതാക്കന്മാര് പ്രവർത്തിക്കുന്നത് പോലെയാ. ഒരു ദീനമുള്ള തന്റെ കുട്ടിക്ക് ഔഷധം കൊടുത്ത് ആ ദീനം മാറ്റാൻ ഉദ്ദേശിക്കുന്ന അച്ഛൻ കുട്ടിക്ക് മരുന്ന് കൊടുക്കാൻ വിചാരിക്കുമ്പോ ഔഷധത്തിന്റെ ശരിയായ യോഗ്യത ധരിക്കാൻ അത്ര ബുദ്ധിയില്ലാത്ത ആ ബാലൻ അതിനെ സ്വീകരിച്ചില്ല എന്ന് വരാം. നല്ല കയ്പുള്ള കഷായം ഒരു കുട്ടിക്ക് കൊടുക്കണം രോഗം മാറാൻ. അപ്പൊ എന്ത് ചെയ്യും? കരുണയുള്ള ആ പിതാവിന് ആ മരുന്ന് തന്റെ കുട്ടിയെ സേവിപ്പിച്ചേ തീരൂ അല്ലേ? അപ്പോ എന്തു പറയും ആ കുട്ടിയോട്? മകനെ, ഉണ്ണി, നീ ഇത് സേവിച്ച നിനക്ക് പഞ്ചസാര തരാം, നല്ല മധുരമുള്ള പഞ്ചസാര, അല്ലെങ്കിൽ കൽക്കണ്ടം തരാം കേട്ടോ എന്നും പറഞ്ഞ് മോഹിപ്പിക്കുന്നു. അത് കേട്ട് സന്തോഷിച്ച ആ ബാലൻ ആ ഔഷധം സേവിക്കുന്നത് കഴിഞ്ഞ കൽക്കണ്ടം കിട്ടൂലോ എന്ന് വിചാരിച്ച് കുട്ടി ഔഷധം സേവിക്കുന്നു. അപ്പൊ പറഞ്ഞ പ്രകാരം അച്ഛൻ മധുരദ്രവ്യവും കൊടുക്കുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ കൊടുത്തില്ലെങ്കിൽ പിന്നൊരിക്കൽ ആ അച്ഛന്റെ വാക്യത്തെ വിശ്വസിക്കില്ല കുട്ടി അല്ലെ? എന്നാൽ ഔഷധം സേവിച്ചതിന്റെ ഫലം മധുരദ്രവ്യ ലാഭമല്ല, രോഗനിവൃത്തിയാണ് പരമഫലം. എന്നാൽ ലോകം മാറുന്നതിന് മുമ്പ് ഇടയ്ക്ക് സാധുള്ള ഒരു മധുരപദാർത്ഥം കൂടി കിട്ടിയെന്നേ ഉള്ളൂ. കൊടുത്ത ഉടനെ സേവിക്കാൻ മനസ്സുള്ള പുത്രന്മാരെ ഇങ്ങനെ മോഹിപ്പിക്കാതെ തന്നെ ആ ഔഷധം അവരെ കൊണ്ട് സേവിപ്പിക്കുകയും ചെയ്യും. ഇതുപോലെ വേദവും ഇടയ്ക്കുള്ള സ്വർഗാദി ഫലങ്ങളെ കൊണ്ട് മോഹിപ്പിച്ചിട്ട് യാഗാദി കർമ്മങ്ങൾ ചെയ്യിക്കുന്നു. സ്വർഗാദി ഫലങ്ങളും കൊടുക്കുന്നു. എന്നാൽ അത് കിട്ടിയത് കൊണ്ട് പരമസുഖം സിദ്ധിച്ചില്ല. സംസാര ദുഃഖം തീരെ നശിക്കുകയും പരമാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാനോട് ചേരുകയും ചെയ്യുന്നത് തന്നെയാണ് മുഖ്യ പ്രയോജനം. ആ പരമപദവിയെ പ്രാപിപ്പിക്കാനാണ് വേദം പുറപ്പെട്ടിട്ടുള്ളത്. മാതാപിതാക്കന്മാരെക്കാളും പ്രാണികളിൽ കരുണയോടുകൂടിയ ഭഗവാൻ ഈശ്വരൻ ജീവികളുടെ സംസാര ദുഃഖത്തെ തീരെ നശിപ്പിച്ച് പരമാനന്ദം അനുഭവിപ്പിക്കാനായി പുണ്യകർമ്മങ്ങളെയും അതിനുള്ള ഫലങ്ങളെയും സ്തുതി രൂപേണ വർണ്ണിച്ചിരിക്കുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.